കൊച്ചു ഭൂമിയിൽ ചില കൈൻഡ് ഓഫ് ആൾക്കാരുണ്ട്. ഇവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഇവരങ്ങ് പാലും തേനും ഒഴിച്ച വർത്താനേ പറയത്തുള്ളൂ. എല്ലാം നമ്മുടെ കൂടെ എല്ലാത്തിനും നിൽക്കും. ചെറിയൊരു വഴക്കുണ്ടായി കഴിയുമ്പോഴത്തേനും ഇവർ മാറി നിന്നിട്ട് നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞാന്ന് പറഞ്ഞ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കും. ഇവരുടെ അടുത്ത് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഇങ്ങനെ ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നേ? സുഖം കിട്ടാതെ നിങ്ങൾ കിട്ടിക്കോട്ടെ, ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഇവരുടെ അടുത്ത് സത്യം പറയാൻ സഹതാപമേ ഉള്ളൂ. ഇവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കത്തില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, ഇത്രയും നല്ലവന്മാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഈ ഭൂമി നടന്ന് കഷ്ടപ്പെടേണ്ടവരല്ല. നീ അവരെ പെട്ടെന്ന് നിൻ്റെ അടുത്തോട്ട് എടുക്കണേ. അവർ ഇവിടെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടവരല്ല. നീ പെട്ടെന്ന് തന്നെ മേലോട്ട് എടുക്കണേ. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് വരുന്നത്. നമ്മൾ ഈ ഓരോ മെയിൻ പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ഈ ബാലൻസ് ആയിട്ടുള്ള ഈ വേസ്റ്റ് സാധനങ്ങൾ കളയണ്ട എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമല്ലോ. നമ്മൾ മെയിൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്നൊരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് പോലെ ദൈവം നല്ല മനുഷ്യന്മാരുണ്ടാക്കിയപ്പോഴത്തേനും ബാക്കി വന്ന വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ കുറച്ച് സാധനങ്ങളാണ് ഇവർ. ഇവർക്കും ജീവിക്കണ്ടേ? ഇവർ ജീവിക്കണ്ട, ഇവർ പോയി ചാവട്ടെ, നിങ്ങൾ പോയി മരിക്കൂ.